റോഷി പാൽ ചേരുന്നുണ്ട്. റോഷി പാൽ, എന്താണ് ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ? മുണ്ടക്കയിൽ രാവിലെ തന്നെ രക്ഷാദൗത്യം തുടങ്ങിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഏതാണ്ട് 10ഓളം യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് സുദേവൻ്റെ ഉൾപ്പെടെയുള്ള വീടുകൾ, ആ മുണ്ടക്കൈ അങ്ങാടിയിൽ ഏതാണ്ട് 6 വീടുകളെങ്കിലും മണ്ണിനടിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ അപകടം സംഭവിച്ചിരുന്നു. ആ വീടുകളിലൊക്കെ തിരഞ്ഞു. ആർമിയുണ്ട്, ഒപ്പം എയർഫോഴ്സും നേവിയും കേരള ഫയർഫോഴ്സും പോലീസ് അടക്കമുള്ള രക്ഷാപ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഏറെ നേരം തിരച്ചിൽ നടത്തി. അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ കനത്ത മഴ, ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഈ മേഖലയിൽ മഴ പെയ്തതിന് ശേഷം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പതുക്കെ ഈ മല ഇറങ്ങുകയാണ്. ഇന്ത്യൻ ആർമിയുടെ സംഘം, മദ്രാസ് റെജിമെൻറ്റ് സംഘം ഇപ്പോൾ താഴോട്ടേക്ക് പോയി. മുകളിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ തൽക്കാലത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിച്ചു. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ താഴോട്ടേക്ക് മാറ്റിവെച്ചു. ഏതായാലും ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ നടത്തിയ തെരച്ചിലുകളിൽ ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു 11 അംഗ സ്കൂബ സംഘം മലയുടെ കുറച്ച് മുകളിലായി അപ്പുറത്ത് പശുക്കൾ പാൽ ചുരത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പശുക്കളെ സഹായിക്കാനായി അവിടേക്ക് പോയിരുന്നു. മഴ ശക്തമായതോടെ അവർക്ക് തിരിച്ച് ഇപ്പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന ഒരു വിവരം ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്നു. കാരണം ഇതിലെയുള്ള നീർച്ചാൽ, അത് ശക്തമായ ഒഴുക്ക്, നേരത്തെ കവുങ്ങ് തടി പാലമാക്കിക്കൊണ്ടായിരുന്നു അവർ അപ്പുറത്തേക്ക് പോയത്. പക്ഷേ പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്ന് നേരത്തെ അല്പം മുമ്പ് നമുക്ക് അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നു. അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ നീർച്ചാലിൽ കൂടുതൽ ശക്തമായ ഒഴുക്കാണ്. ഈ മേഖലയിൽ തൽക്കാലത്തേക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. ഔദ്യോഗികമായ വിവരങ്ങളില്ല. പക്ഷേ എങ്കിൽ പോലും രക്ഷാപ്രവർത്തകർ താഴോട്ടേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. മലമുകളിൽ ശക്തമായ മഴയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ദൃശ്യങ്ങൾ കൃത്യമായി കാണില്ല. പക്ഷേ അവിടെ ശക്തമായ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മഴ തുടർച്ചയായി അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് രക്ഷാദൗത്യത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നും പിന്മാറുന്നത്. ഏതായാലും പരമാവധി വേഗത്തിൽ തിരച്ചിൽ നടത്തി കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുക എന്ന ദൗത്യമാണ് രാവിലെ ഈ സ്പെഷ്യൽ ഓഫീസർ സാംബശിവറാവു അടക്കം ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞത് അങ്ങനെയാണ്. ആ തരത്തിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് രാവിലെയും നടന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തൽക്കാലത്തേക്ക് മുണ്ടക്കൈ മേഖലയിൽ നിർത്തിയിരിക്കുകയാണ്. റോഷിപാൽ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് മുണ്ടക്കയിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല, ഇനി ആരെയും കണ്ടെത്താനില്ല എന്നാണ് സൈന്യം അറിയിച്ചത് എന്നാണ്. ഇപ്പോൾ ഇനിയുള്ളൊരു